എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, 11C ഗാന്ധി പാർക്ക് എന്ന് ഒരു ബോർഡ്. അഗളിക്കകത്ത് കൽക്കണ്ടി എന്ന സ്ഥലത്ത് തൊട്ടടുത്ത് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ ദൂരത്തിൽ കാണാവുന്ന ഒരു ജംഗ്ഷനാണിത്. അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. ഇവിടെ വലതുവശത്ത് കാണുന്ന മതില് ഒരു അഗളിയിലെ ആയുർവേദ ഹോസ്പിറ്റലാണ്. ആയുർവേദ ഹോസ്പിറ്റലിന്റെ കവലയിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. അവിടെ ആരോ ഗാന്ധി പാർക്ക് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പ്രത്യേകിച്ച് വ്യൂ പോയിന്റ് ഒന്നും ഇല്ല, എന്നാൽ ഒരു ഓഫ് റോഡ് വ്യൂ പോയിന്റ് എന്ന് പറയുകയാണ്. കാരണം ഒരു ഓഫ് റോഡ് വഴിയാണ് 200 മീറ്റർ പോയി കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്ന് 200 മീറ്റർ പോകണം. ഇവിടെ വരെ മാത്രമേ കാറുകളെല്ലാം വരികയുള്ളൂ. ഇവിടെ ഞങ്ങളുടെ ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ ഈ കുന്നിന്റെ മുകളിൽ കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. മനോഹരമായ കാഴ്ചയാണ്. അഗളി എക്സ്പ്ലോറേഷന്റെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഓഫ് റോഡ് വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഓഫ് റോഡ് പോകണം. ജീപ്പുകൾ മാത്രമേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയുള്ളൂ. കാറിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വരെ മാത്രമേ വരാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകണം. ബൈക്കിൽ നല്ല പവറുള്ള ബൈക്കൊക്കെ ആണെങ്കിൽ പോകുമായിരിക്കും. പക്ഷെ എന്നാലും അത് സ്കിഡ് ചെയ്ത് വീഴാനുള്ള ചാൻസ് വളരെ അധികമാണ്. കാരണം മണ്ണ് വഴിയാണ്. നിങ്ങൾക്ക് ഈ വഴി ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഓഫ് റോഡ് ട്രിപ്പാണ്. മുഴുവനായിട്ടും ഈ വഴി കാണിക്കുന്നുണ്ട്. നമ്മളുടെ ജിംനി ഞാൻ ഈ വഴിയിൽ ഏറ്റവും അവസാനം ഈ കുന്നിലെ മുകളിൽ വഴി അവസാനിക്കുന്ന വരെ ഞാൻ പോയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിന് മുകളിൽ നിന്നാൽ നമുക്ക് അഗളി മലനിരകളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാം. ചുറ്റും 360 ഡിഗ്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ്. അഗളി എക്സ്പ്ലോറേഷനിൽ ഞാൻ ഒട്ടേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പല വ്യൂ പോയിന്റ്സ്, റിസോർട്ട്സ് എല്ലാം ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ 200 മീറ്റർ കയറി വന്നതിന് ശേഷം വാഹനം കിടക്കുന്നതാണ് കാണുന്നത്. അവിടെ നിന്ന് അല്പം മുകളിലേക്ക് നടന്ന് അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ വാഹനം വളരെ താഴെ കിടക്കുന്നതായിട്ട് കാണും. ഇത് മുകളിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ എന്തായാലും ഈ വഴി മുഴുവനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകാനും വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും നിങ്ങളിലേക്ക് അത് എത്തിക്കാനുമുള്ള ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും നിങ്ങളുടെ സർക്കിളിലെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഈ ഓഫ് റോഡ് യാത്ര മുഴുവനായിട്ടൊന്ന് കാണാം. ഈ വ്യൂ പോയിന്റ് കാണാൻ വരുന്നവര് നടന്നു വരികയാണെങ്കിൽ അല്പദൂരമൊക്കെ നടന്ന് തിരിച്ചു പോകും. കാരണം മുഴുവനായിട്ടും ഏതാണ്ട് 4-5 കിലോമീറ്റർ ഇങ്ങനെ നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഈ വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. വളരെ മനോഹരമായ കാഴ്ചകളാണ് അഗളി മലനിരകളുടെ മുകളിൽ നിന്ന് കാണാവുന്നത്. അഗളിയിലെ വ്യൂ പോയിന്റ്സ് പല വീഡിയോകളും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ അധികം ആരും വരാത്തൊരു സ്ഥലമാണ്. നമ്മൾ ഈ ഓഫ് റോഡിലേക്ക് കയറുന്നതിന് മുമ്പ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ കോർണറിൽ അവിടെയായിട്ടൊരു ചെറിയൊരു ചായക്കടയുണ്ട്. വീഡിയോയിൽ ഞാനത് ആദ്യം കാണിച്ചിരിക്കുന്നതാണ്. കൽക്കണ്ടി എന്ന സ്ഥലത്തിനടുത്താണിത്. മണ്ണാർക്കാട് ആനക്കട്ടി റോഡില് മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ കഴിഞ്ഞാലാണ് നമ്മൾ ഈ ആയുർവേദ ഹോസ്പിറ്റൽ. അവിടെ നിന്ന് നമുക്ക്
ഈ ഓഫ് റോഡ് വഴിക്ക് ഇങ്ങോട്ട് വരണം. ഞങ്ങൾ അല്പദൂരം വാഹനം മുന്നോട്ട് എടുത്തിട്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടു. നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് ഈ മലനിരകളെല്ലാം താഴെയായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ ഒരു കുന്നിന്റെ മുകളിലേക്കാണ് കയറി വന്നത്. ഞങ്ങളൊരു കുന്നിന്റെ മുകളിൽ കയറി വന്നപ്പോൾ തന്നെ ഇവിടത്തുള്ള സമീപവാസി ആട് മേയ്ക്കുന്നതായിട്ട് കണ്ടു. കുറെ ആടുകളെല്ലാം അഴിച്ചുവിട്ടത് അതിനെ നോക്കി ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വർഷകാലമാണെങ്കിൽ ഇവിടെ വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം മണ്ണ് വഴിയാണ്, ജീപ്പുകൾ മാത്രമേ ഈ വഴിക്ക് പോയതായിട്ട് കാണുന്നുള്ളൂ. 4 വീൽ ഡ്രൈവ് വാഹനം അല്ലെങ്കിൽ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളിവിടെ മുകളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് 2 വാഹനങ്ങൾ ഞങ്ങൾ കണ്ടു. ഒരു താറും അതുപോലെ തന്നെ വേറൊരു SUV-യും. രണ്ടും പകുതി വഴിക്ക് നിന്ന് അവർ സംശയിച്ച് നിൽക്കുകയായിരുന്നു മുകളിൽ കയറാതെ. അതുപോലെ തന്നെ ഇറങ്ങി വരുമ്പോൾ ഒരു കാറും. നമ്മൾ ആദ്യം നിർത്തിയ പോയിന്റ് വരെ ഒന്ന് അവിടെ നിന്ന് നടന്നു കയറുന്നതാണ് കണ്ട് ആളുകൾ. തിരിച്ചു വരുമ്പോൾ നമുക്കത് കാണാം. നമുക്ക് ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. ഈ കുന്നിന്റെ മുകളിൽ വന്നപ്പോഴും ഞങ്ങൾ കണ്ട കാഴ്ച പല സ്ഥലത്തും പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം എറിഞ്ഞ് പരിസരമെല്ലാം വൃത്തിഹീനമായി കിടക്കുന്നതായിട്ട് കണ്ടു. അധികം ആൾക്കാർ വരാത്തൊരു വ്യൂ പോയിന്റ് ആയിട്ട് കൂടി ഇവിടെ പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ പരിസരമെല്ലാം ശുചിയായി സൂക്ഷിക്കാതിരുന്നാല് കൂടുതൽ ആളുകളോട് വരുമ്പോൾ പക്ഷേ ഇവിടേക്കുള്ള പ്രവേശനം തന്നെ നിരോധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ അഗളി പ്ലാസ്റ്റിക് രഹിത അഗളിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. പല സ്ഥലത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി പലരും അത് പാലിക്കുന്നില്ല. നമ്മളൊരു കയറ്റം കയറിക്കൊണ്ട് പോയിരിക്കുകയാണ്. നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റമാണ്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ അത്ര വലിയ കയറ്റമായിട്ട് തോന്നുകയില്ല. അങ്ങ് ദൂരെ നമുക്ക് പോകേണ്ടതായിട്ട് റോഡ് കാണും. ഒരു കുന്നിന്റെ മുകളിൽ കൂടി അങ്ങനെ ഈ വഴിയിൽ വാഹനമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൂടുതൽ കാര്യം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് മുഴുവനായിട്ടും വഴി കാണിക്കുന്നത്. ഓഫ് റോഡ് താല്പര്യമുള്ളവർക്കെല്ലാം വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. വളരെ വീതി കുറഞ്ഞതായിട്ടുള്ള ഒരു മണ്ണ് വഴിയാണ്. ഓപ്പോസിറ്റ് വാഹനം വരികയാണെങ്കിൽ അല്പം ശ്രമകരമായിരിക്കും സൈഡ് കൊടുക്കുന്നതിന് വേണ്ടി. വാഹനം തന്നെ നിങ്ങൾക്ക് 2 സൈഡിലേക്ക് ഇളകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം കുഴിയാണ് റോഡിലുള്ളതെന്നുള്ളത്. കാറുമായിട്ട് വരാതിരിക്കുക. കാരണം കാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളത് സ്റ്റക്കാവും. ഓഫ് റോഡ് വാഹനങ്ങളായിട്ട് മാത്രം കൊണ്ടുവരിക. വാഹനം പല സ്ഥലത്തും നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടാണ് മുകളിലേക്ക് കയറിയത്.
നമ്മളങ്ങനെ ഈ കുന്നിന്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ വരെ മാത്രമാണ് റോഡുള്ളത്. റോഡെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്ന് വാഹനം തിരിച്ച് നമ്മൾക്ക് പോകണം. തിരിച്ച് പോകുമ്പോഴുള്ള റോഡ് ഞാൻ കുറേയൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ മുഴുവനായിട്ട് റോഡ് കാണിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ കാണിക്കാത്ത ഭാഗം റോഡ് തിരിച്ചു പോകുമ്പോഴും കാണിക്കുന്നുണ്ട്. ഇവിടെയാണ് പറഞ്ഞത് ഞാൻ ഈ ടോപ്പിൽ വരെ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം എറിഞ്ഞ് മലിനമാക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് പരിസരം വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ഇവിടെ വരുന്നവർ ശ്രമിക്കണം. അകളിയുടെ മലനിരകളെല്ലാം വളരെ താഴെയായിട്ട് നമുക്ക് കാണാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ധാരാളം ചെടികൾ ഇങ്ങനെ പൂത്ത്, കാട്ടുചെടികളെല്ലാം പൂത്തൊരു ഗാർഡൻ പോലെ വളരെ മനോഹരമായി നിൽക്കുന്ന കാഴ്ചകൾ കൂടിയാണ് ഇവിടെ. ഏറ്റവും ഈ ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തി വാഹനം തിരിക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം കല്ലുകളൊക്കെ കിടന്ന് ഏതാണ്ട് ഒരു ചരലൊക്കെ കിടക്കുന്ന പോലെയാണ്. വാഹനം സ്ലിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ നിൽക്കുന്ന തന്നെ ഒരു കുന്നിന്റെ മുകളിലാണ്. ഞങ്ങൾ ഈ കുന്നിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇവിടുന്ന് തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ വാഹനം അവിടെ തിരിച്ചു. ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. റോഡിന്റെ കാഴ്ചകളെല്ലാം ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് തിരിച്ചു വരുമ്പോഴും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാത്ത കാഴ്ചകൾ കാണിക്കുന്നത്. വാഹനം ഇളകുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം ചെരിയുന്നുണ്ട് വാഹനം എന്നുള്ളത്. വർഷക്കാലത്ത് ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വാഹനം സ്ലിപ്പ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് കണ്ടത് പകുതി വഴിയിൽ വന്ന് 2 വാഹനം നിർത്തിയിട്ടിരിക്കുന്നതായി കണ്ടു. തുടർന്ന് മുകളിലേക്ക് പോകാനായിട്ട് സംശയിച്ച് ഇവിടെ നിന്ന് തന്നെ തിരിച്ചു പോകാനായിട്ടാണ് അവരവിടെ വാഹനം നിർത്തി. അവിടുത്തെ എല്ലാം കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാനായിട്ടുള്ള പ്ലാനാണ്.
നമ്മൾ നേരത്തെ വന്ന വഴിയാണ് മുകളിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. പൂർണ്ണമായും ഒരു കുന്നിന്റെ മുകളിൽ കൂടി ഒരു വഴി മാത്രമാണ്, രണ്ട് സൈഡിലേക്ക് സ്ലോപ്പായിട്ട് ഉള്ളൊരു കുന്ന്. നിങ്ങൾക്ക് ഈ ഓഫ് റോഡ് യാത്രയും ഈ ഓഫ് റോഡ് വ്യൂ പോയിന്റും ഇഷ്ടപ്പെടുന്നു വരുന്നു. തുടക്കത്തിൽ നമ്മൾ വാഹനം ആദ്യം നിർത്തിയ സ്ഥലത്ത് നിന്ന് കാറ് നിർത്തിയിട്ട് നടന്നു വരുന്നവരാണ് നമ്മൾ കാണുന്നത്. കാറിൽ വരികയാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടി അവിടെ നമ്മൾ ഫസ്റ്റിൽ നിർത്തിയ ആ സ്ഥലം വരമാണ്, അവിടെ വരെ മാത്രമാണ് വരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെ റോഡ് ഉണ്ടാക്കിയതായിട്ടൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ ജീപ്പുകളെല്ലാം വന്ന് തന്നെ ഒരു റോഡായി രൂപാന്തരപ്പെട്ടിരിക്കുന്ന സ്ഥലമായിട്ടാണ് തോന്നിയത്. നമ്മളങ്ങനെ മെയിൻ റോഡിനടുത്ത് എത്താറായി. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 200 മീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ കൽക്കണ്ടി എന്ന സ്ഥലത്തെത്തും. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആയുർവേദ ഹോസ്പിറ്റല്.
അഗളിയുടെ മറ്റ് വീഡിയോ കാണാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ചാനലിനകത്ത് ഞാൻ മറ്റുള്ള വീഡിയോകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെയധികം വ്യൂ പോയിന്റ്സും അതുപോലെ തന്നെ സൈലന്റ് വാലിയുടെ 2 വീഡിയോകളും അഗളിയുടേതായിട്ടുള്ള പ്ലേ ലിസ്റ്റിനകത്തുണ്ട്. നിങ്ങൾ ആ വീഡിയോകളെല്ലാം കാണുക. അടുത്ത വീഡിയോയിലും മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.